ഇത് കഴിഞ്ഞ ജൂലൈയിൽ നമ്മൾ പറിച്ചു വെച്ച പ്ലാന്റാണ്. ഏകദേശം 8 മാസത്തോളം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2 അറാബിക്കം വെറൈറ്റികളാണ്. ഇത് നമ്മുടെ കയ്യിൽ 5 വർഷം കൊണ്ടുള്ള ഒരു പ്ലാന്റാണ്. കഴിഞ്ഞ മഴ സമയത്ത് റൂട്ട് ഇൻഫെക്ഷൻ വന്നപ്പോൾ നമ്മൾ പിഴുത് മാറ്റി വെച്ചതാണ് ഈ അറാബിക്കം. ഇത് നമ്മൾ മഴയിൽ തന്നെ വെച്ച് വളർത്തിയെടുത്ത പ്ലാന്റാണ്. ഇതെല്ലാം ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പം 1 വർഷം കൊണ്ട് മഴയത്തിരിക്കുന്ന പ്ലാന്റാണ്. ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന പ്ലാന്റ്. അതുകൊണ്ട് തന്നെ വേരൊക്കെ നല്ലപോലെ ഉറച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വേര് പൊട്ടിപ്പോവാതെ നമ്മളിത് എടുക്കണം. അതുകൊണ്ട് നമ്മളിങ്ങനെ സൈഡ് നല്ല രീതിയിൽ തട്ടി ഇളക്കണം. ഇതിൻ്റെ അടി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഹോളാണ്. കേട്ടോ, ഫുള്ള് ഹോളാണ്. വെള്ളം നിൽക്കാത്ത രീതിയിൽ നമ്മൾ ചരലിട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ഈ ഒരു ചട്ടിയിലാണ് അറാബിക്ക സെറ്റ് ചെയ്യാൻ പോകുന്നത്. മേടിക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഒറ്റ ഹോളേ ഉണ്ടായിരുന്നുള്ളൂ. മഴയത്ത് വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഒരു 6-7 ഹോള് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ടിട്ടുണ്ട്. ചെറിയൊരു ഷെയ്ഡ് നെറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചുടുകട്ടയുടെ പീസുകളാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ പോട്ടി മിക്സ് ഇട്ടിട്ട് ചെടി നട്ടതാണ്. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ടാപ്പ് പോർഷൻ കുറച്ച് നമ്മൾ ഒഴിവാക്കിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ മഴ സീസണിൽ ജൂലൈയിൽ പറിച്ചു വെച്ചൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ പറിച്ചു വെച്ചിട്ട് ഏകദേശം 8 മാസത്തോളമായി. നമ്മൾ എപ്പോഴാണ് റീപോർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ 2 ആഴ്ച സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇത് കിളിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒത്തിരി പേർക്ക് സംശയം ഉണ്ടായിരിക്കും. ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്ത് വെച്ചത്.